പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ചും ഇന്നലത്തെ വാർത്തകളൊക്കെ കേട്ട എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. കാരണം വെച്ചാൽ ഇന്നലെ കൊടും ക്രൂരത എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയ വാർത്ത, ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഈ വാർത്ത അല്പം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വാർത്ത കേൾക്കുമ്പോഴാണ് വചനം എവിടെ എത്തി നമുക്ക് മനസ്സിലാക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ റഷ്യയുടെ തലസ്ഥാനത്തിലേക്ക് കുറേ ഡ്രോണുകൾ ഉക്രൈൻ്റെ ആളുകൾ ഇട്ടു എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത വാർത്ത പറയുകയാണ്, ഏതു നിമിഷവും യൂറോപ്പിലേക്ക് മിസൈലുകൾ വരും എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ അടിയിൽ വേറൊരു വാർത്ത കേൾക്കുകയാണ്. അപ്പോൾ യൂറോപ്പിലേക്ക് മിസൈലുകൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ യൂറോപ്പ് അങ്ങോട്ട് വിടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക ചെറിയ ബോംബുകളൊന്നും അല്ല, പടക്കമൊന്നും അല്ല ഇടുന്നത്, ആണവ ബോംബുകളെ ഇനി ഇടുകയുള്ളൂ. ഒരു രാഷ്ട്രത്തിൻ്റെ മേൽ ഇടുമ്പോൾ വലിയ ആണവ ബോംബുകൾ ഇടും. അപ്പോൾ അവിടെ ഒരു സംഭവം നടക്കും. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കുന്നതിനാണ്, അത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതായത്, ഗർഭിണിക്ക് പ്രസവ വേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവദിക്കും. അത് അവരുടെ മേലല്ല, നമ്മുടെ മേലെന്ന് തിരുത്തി നമ്മൾ പറയണം. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കാലഘട്ടം എവിടെ എത്തി? ഇപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ കുടുംബം, നമ്മുടെ ഇടവകകൾ, നമ്മുടെ സഭാ ആസ്ഥാനങ്ങൾ, നമ്മുടെ റോം, നമ്മുടെ കത്തോലിക്ക സഭ, നമ്മൾ ഉൾപ്പെടുന്ന കുടുംബം അടക്കം ഇപ്പോൾ എവിടെ എത്തി നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് ജോയൽ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 3-ാം തിരുവചനം മുതൽ വായിക്കണം. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ. അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ. ആര്? അവർ. അത് ഇസ്രായേൽക്കാരോട് പറഞ്ഞതാണ്. അന്ന് സഭയില്ല. ഈ ജോയൽ പ്രവാചകന്റെ പുസ്തകം എഴുതുമ്പോൾ കത്തോലിക്ക സഭയോ യേശു ക്രിസ്തുവോ ഭൂമിയിൽ വന്നിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം ഭൂമിയിൽ വന്നിട്ടില്ല. അപ്പസ്തോലന്മാർ വന്നിട്ടില്ല. വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ടിട്ടില്ല. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവരോടൊന്ന് പറഞ്ഞ ഇസ്രായേലിനോട് പറഞ്ഞത് അതേ വചനം ഇപ്പോൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ അവർ എന്നല്ല പറയണ്ടേ, നമ്മൾ എന്നാണ് പറയണ്ടേ. നമ്മൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സഭ. അത് ആഗോള സഭ, ഭാരത സഭ, കേരള സഭ, എൻ്റെ ഇടവക, എൻ്റെ കുടുംബം, ഞാൻ. അത്രയും ഘടകത്തെ നമ്മൾ വെച്ച് മനസ്സിലാക്കണം. ഒരു വചനത്തിൻ്റെ അർത്ഥതലങ്ങൾ, ഒരു വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന കാലഘട്ടങ്ങൾ, ഒരു വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, ഒരു വചനത്തിൽ ദൈവം അർത്ഥമാക്കുന്ന ആശയങ്ങൾ, കാലഘട്ടങ്ങൾ, ദൈവത്തിന് തൻ്റെ മക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഓരോ വചനത്തിലും ദൈവം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറയണം, അപ്പോൾ അതിങ്ങനെ നമ്മൾ വായിക്കണം: നമ്മൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മക്കളോടും എൻ്റെ മക്കളുടെ മക്കളോടും ഞാൻ പറയണം. എന്താണ് പറയേണ്ടത്? വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. അവിടെയാണ് പ്രശ്നം. പ്രിയപ്പെട്ട, നമ്മുടെ വീട്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പൊതു വീടാണ്. നമ്മുടെ സഭ എന്ന്, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു വലിയ വീടാണ്. ആ വലിയ വീട്, നമ്മൾ അതിൻ്റെ വലിയ വീടിൻ്റെ തറവാടായിട്ട് കാണുന്നത് ഏതാണ്? റോമാണ്. മാർപ്പാപ്പയും അതോടനുബന്ധിച്ച് വരുന്ന സംവിധാനം. രണ്ടാമത് തറവാടിൻ്റെ മൂത്ത മകൻ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കേരള സഭ. മൂത്ത മകൻ്റെ മക്കൾ താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇടവകൾ. മക്കളുടെ മക്കളും പേരക്കുട്ടികളും താമസിക്കുന്നതാണ് നമ്മുടെ കുടുംബങ്ങൾ. ഇതൊരു കുടുംബം എന്നാണ് പറയുക. അപ്പോൾ ഒരു കുടുംബ സംവിധാനം വന്നു. അപ്പോൾ കർത്താവ് പറയാണ്, വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. അപ്പോൾ നമ്മുടെ തറവാടായ വീട് റോം എന്ന് പറയുന്നത് നമ്മുടെ മാർപ്പാപ്പ ഉൾക്കുന്ന സംവിധാനത്തിൽ അവശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. എന്താണ് ഈ വെട്ടുക്കിളി? വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നിശ്ചിത സ്ഥലത്തേക്ക് നിശ്ചിത ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരു നിശ്ചിത അളവ് വിട്ടിൽ പോലെ വലിയൊരു വെട്ടുക്കിളി വീണ് അതിനകത്ത് ആ പ്രദേശത്തെ മാത്രം മൊത്തം നശിപ്പിക്കുന്നതിനാണ് വെട്ടുക്കിളിയുടെ ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണക്കൂട്ടി നമ്മുടെ തറവാടായ റോം, മാർപ്പാപ്പ വസിക്കുന്ന റോമിലേക്ക് കുറേ വെട്ടുക്കിളി വന്ന് വീഴുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില നന്മകളെ ആ വെട്ടുക്കിളി തിന്നുന്നു. ഉദാഹരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പം നമുക്കറിയാം, 42 രാഷ്ട്രങ്ങളിലേക്ക് സ്വർഗ്ഗഭോഗം മറ്റ് കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരാൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. അർജൻറ്റീന, അങ്ങനെ കുറേ രാഷ്ട്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം അയർലൻഡ്, അതൊക്കെ. അപ്പോൾ ആ സംവിധാനത്തെ അംഗീകരിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിനെ എതിർക്കുന്ന, അനീതിയെ എതിർക്കുന്ന ചില മെത്രാന്മാരെ, ബിഷപ്പുമാരെയൊക്കെ സഭ പുറത്താക്കണം.
ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ തറവാട്ടിൽ അവശേഷിച്ചിരുന്ന നന്മയെ അവർ തന്നെ തിന്നു നശിപ്പിച്ചു. അടുത്തത്, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു. ആരാണ് ഈ പച്ചക്കുതിര? പ്രിയപ്പെട്ടവരെ, ഈ വെട്ടുക്കിളി നശിപ്പിച്ചതിൻ്റെ ശേഷിപ്പിച്ചത്, വെട്ടുക്കിളി കുറച്ച് മിച്ചം വെച്ചിട്ട് ആ വെട്ടുക്കിളി കൂട്ടം പറന്നുപോയി. ആ വെട്ടുക്കിളി കൂട്ടം കുറച്ച് ശേഷിപ്പിച്ചത്, പിന്നെ ശേഷിപ്പിച്ചത് ഏതായിരുന്നു? നമ്മുടെ കേരള സഭ. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 24 റീത്തുകളായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കത്തോലിക്ക സഭയുടെ വിവിധ റീത്തുകളുടെ ഒരു ഭാഗം നമ്മുടെ കത്തോലിക്ക സഭയുടെ കേരള സഭ. നമുക്ക് നമ്മുടെ കേരള സഭ എടുക്കാം. കേരള സഭയും കൊണ്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്തു? പച്ചക്കുതിര തിന്നു. കേരള സഭയിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇപ്പോൾ പച്ചക്കുതിര തിന്ന് തീർത്തു. ഇനി പാത്രം ഭാഗത്ത് പ്രദേശത്ത് ഒന്നുമില്ല. സത്യമില്ല, നീതിയില്ല, സ്നേഹമില്ല, മരണമില്ല, ഉയർപ്പില്ല, സ്വർഗരാജ്യമില്ല, പാതാളമില്ല, സത്യസന്ധതയില്ല, നീതിയില്ല, സംയമനമില്ല, വിട്ടുവീഴ്ചയില്ല, സഹകരണമില്ല, ആലിംഗനമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്തായി? പച്ചക്കുതിര തിന്നു. അടുത്തത്, വെട്ടുകിളി ശേഷിപ്പിച്ച് പച്ചക്കുതിര തിന്നു. പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. ഏതാണ് ഈ കമ്പിളിപ്പുഴു? പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഇടവകയും കുടുംബത്തെയും കൂടെ ഉദ്ദേശിച്ചാണ് കർത്താവ് പറയുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പിളിപ്പൊതുപ്പ്, ഒരാ കമ്പിളിപ്പൊതുപ്പ് പണ്ടത്തെ കാലത്തൊക്കെ വലിയ തണുപ്പാണ്. നമുക്ക് കോൺക്രീറ്റ് വീടുകളില്ല. അന്ന് ഉണ്ടായിരുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ ഓല മേഞ്ഞതോ പുല്ല് മേഞ്ഞതോ അല്ലെങ്കിൽ ഇച്ചിരി കാലം പുരോഗമിച്ചോ കുറച്ച് ഓടിടാൻ തുടങ്ങി. ഓടിട്ട വീട്ടിൽ മഴക്കാലത്ത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഒരു കമ്പിളിപ്പൊതുപ്പൊക്കെ കാണും. ആ കമ്പിളിപ്പൊതുപ്പിൻ്റെ അപ്പനും അമ്മയും കുഞ്ഞുമക്കളും അല്ലാണ്ട് ചുരുണ്ട് കൂടി കിടക്കുന്ന 4-5 മക്കളുണ്ടാവും. ഒരു കമ്പിളിപ്പൊതുപ്പിൻ്റെ കീഴെ ഒരുമിച്ച് കിടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എല്ലാവരും ഒരു മുറിയോ 1-2 മുറിയോ കാണുള്ളൂ. 5-8 മക്കളുണ്ടാവും. എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് മക്കളെ കുഞ്ഞുമക്കളെ ചേർന്ന് കിടക്കുക, മഴയാണ് കാറ്റാണെന്നും പറഞ്ഞ് കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഐക്യവും സ്നേഹവും സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ദേവാലയത്തിൽ പോക്കും കുമ്പസാരവും എല്ലാ വിശുദ്ധ ആ ദിവസങ്ങളെ അതിവിശുദ്ധമായിട്ട് കണ്ടുകൊണ്ട് സഭയും ജനങ്ങളും ഒരുമിച്ച് നിന്ന് സഭയെ പടുത്തുയർത്തുകയും സഭയെ ശക്തിപ്പെടുത്തുകയും ചെയ്തപ്പോൾ, അങ്ങനെ ശക്തിപ്പെടുത്തിയപ്പോൾ കുടുംബം ശക്തിപ്പെട്ടു. കുടുംബത്തിൻ്റെ ശക്തി സഭയുടെ ശക്തിയായി തീർന്നു. സഭയുടെ ശക്തി രാജ്യത്തിൻ്റെ ശക്തിയായി തീർന്നു. അങ്ങനെ ലോകം വളർന്നു, സഭ വളർന്നു, ശക്തിപ്പെട്ടു. പക്ഷേ അങ്ങനെ അവശേഷിപ്പിച്ച് എന്ത് ചെയ്തു? കമ്പിളിപ്പെടുത്തുന്നു. അതായത് കുടുംബം എന്ന പരമസത്യം, ഇടവക എന്ന പരമസത്യം, കുടുംബത്തിൽ എന്തു സംഭവിച്ചു? അത് നമുക്ക് ഇടവകയെടുക്കാം. ഇടവകയിൽ മദ്യപാനികൾ എന്ന് പറയുന്ന കുറേ ആളുകൾ, അതിന് ലക്ഷങ്ങൾ മുടക്കുന്നവർ, ഏത് മരണ വീട്ടിൽ ചെന്നാലും മദ്യം, ഏത് വിവാഹ വീട്ടിൽ ചെന്നാലും മദ്യം, ഏത് കല്യാണത്തിൻ്റെ നടന്നാലും, കൊച്ചു പിറന്നാൽ മദ്യം, കൊച്ചിനെ മാംസം മുക്കിയാൽ മദ്യം, കൊച്ചു മരിച്ചാൽ മദ്യം, കൊച്ചു കല്യാണം കഴിച്ചാൽ മദ്യം, പെറ്റേറ്റ് വന്നാൽ മദ്യം, എപ്പോഴത്തെയും മദ്യപാനികളുടെ അഴിഞ്ഞാട്ടം, അതോടനുബന്ധിച്ചുള്ള കുറേ വിക്രികൾ. അപ്പോൾ എന്തായി? കമ്പിളിപ്പുഴു തിന്നു. അപ്പോൾ ഇടവക തലങ്ങളിലും കുടുംബ തലങ്ങളിലും ഇതിൻ്റെ അനുഭവം കുടുംബത്തിൽ മരിച്ചടക്കം വന്നാൽ 7 വെച്ചാൽ 40 വെച്ചാൽ, വിവാഹം ഉറപ്പിച്ചാൽ, കട്ടളവെപ്പ്, പെരകേറിക്കൂടൽ, മാമോദിസ, വിവാഹം, മരിച്ചടക്കിന് 40, എന്ത് പരിപാടി വന്നാലും അവിടെയും മദ്യപാനവും പുകബലിയും, പ്രഭാത പ്രാർത്ഥന ഇല്ലാത്ത സമയം, സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്തത്, ദേവാലയത്തിൽ വരാൻ വിമുഖത കാണിക്കുന്നവർ, കൗദാശിക തലങ്ങളോട് വിമുഖത കാണിക്കുകയും കൗദാശിക തലങ്ങളെ വേണ്ടാന്ന് നോക്കുകയും, അഥവാ കൗദാശികതയും വിശുദ്ധിയും കുർബാനയുമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയാലും കാപട്യത്തിൻ്റെ മുഖത്തിൻ്റെ കടുപ്പം കൊണ്ട് മനുഷ്യ ആത്മാവുകൾ, മനുഷ്യ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ്, ജീവനുള്ള ചൈതന്യം നഷ്ടപ്പെട്ട കുടുംബം, നഷ്ടപ്പെട്ട ഇടവുകൾ. അപ്പോൾ ശേഷിച്ചത് കമ്പിളിപ്പുഴു തിന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വാർത്തയെ കൂടി പറഞ്ഞാൽ നമുക്ക് അപ്പൻ മകളെ പ്രാപിക്കുന്നു, മകൾ അപ്പളെ പ്രാപിക്കുന്നു, ആങ്ങളെ പെങ്ങളെ പ്രാപിക്കുന്നു, അവിടെ കുഞ്ഞുങ്ങളുണ്ടാവുന്നു. സഭയ്ക്കുള്ളിലാണേലും കുടുംബത്തിനുള്ളിലാണേലും വലിയ കുടുംബത്തകർച്ച, ഡൈവോഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു, അവിവാഹത്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു, മദ്യപാനത്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു, ദേവാലയത്തിലെ ആളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അപ്പോൾ അല്പം ശേഷിപ്പിച്ചതായിരുന്നു കമ്പിളിപ്പുഴു. അപ്പോൾ കുടുംബത്തിൻ്റെ വിശുദ്ധിയും തീർന്നു. പിന്നെ അപ്പോൾ കർത്താവ് പറയാണ്, മദ്യപന്മാരെ ഉണർന്നു വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവീർപ്പിടുവിൻ, മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അധരത്തിൽ നിന്ന് തട്ടി മാറ്റിയിരിക്കുന്നു. മദ്യപിക്കുന്നവരെ ഉണരുക, ഉണർന്ന് വിലപിക്കാനാ കർത്താവ് പറയുന്നത്. എന്താണ് ഈ വിലാപം? എൻ്റെ കർത്താവേ, ഞാൻ മദ്യപാനിയാണ്, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുക. എങ്ങനടിച്ച് കഴിഞ്ഞ പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ സർവശക്തനായ ദൈവം ആഹ്വാനം ചെയ്യാണ്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അതിരത്തിൽ നിന്ന് തട്ടിമാറ്റി. എന്താണ് ഈ മധുരിക്കുന്ന വീഞ്ഞ്? വിവാഹം മധുരിക്കുന്ന വീഞ്ഞായിരുന്നു പണ്ടത്തെ കാലത്ത്. നമുക്കറിയാം, ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എത്ര മനോഹരമാണ്. വിവാഹത്തിന് വീഞ്ഞിനോട് ഉപമിച്ചുണ്ട് കർത്താവ്. അതുപോലെ തന്നെ പഴയ കാലത്തെ വിവാഹം മാത്രമല്ല, സന്ധ്യാപ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ, അതുപോലെ പെസഹ തിരുനാളുകൾ, ഉയർപ്പ് തിരുനാളുകൾ, ഏകദിന കൺവെൻഷനുകൾ, പ്രാർത്ഥനകൾ എത്ര ശക്തമായിരുന്നു ദേവാലയങ്ങളിൽ, അല്ലെങ്കിൽ ഇടവകളിൽ, അല്ലെങ്കിൽ ഫൊറവനുകളിൽ. സഭയ്ക്കുള്ളിൽ എത്ര ശക്തമായ, എത്ര സ്നേഹാർദ്രമായ ഒരു മെത്രാൻ ഇടവയിലേക്ക് വരുന്നതൊക്കെ പറഞ്ഞാൽ എന്ത് സ്നേഹമാണ്. മനുഷ്യനെ ഉറ്റുനോക്കുമായിരുന്നു. ഇതാ മെത്രാൻ ഇടവ സന്ദർശിക്കുന്നു, വരുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സ്നേഹത്തിൻ്റെ ഒരു മൊഴി തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് സമ്പത്ത് കയറി മൂടിയപ്പോൾ, സമ്പത്ത് എന്ന വിഗ്രഹം ഇടവകയിലും ദേവാലയങ്ങളിലും വ്യക്തികളിലും കുടുംബങ്ങളിലും രൂപതകളിലും സഭയ്ക്കുള്ളിലും കയറി കൂടിയപ്പോൾ മദ്യപാനത്തിൻ്റെ അളവ് കൂടി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവീർപ്പിടുവിൻ, മദ്യപന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ. എന്താ കാരണം? കർത്താവ് മധുരിക വീഞ്ഞ് നിങ്ങൾ അതിനെ തട്ടിമാറ്റിക്കുന്നു. അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എൻ്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇപ്പം അതിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത്? അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എൻ്റെ ദേശത്തിന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മളിപ്പോൾ സിറിയയിലെ സംബന്ധത്തെ പറയുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ വന്നിരിക്കുന്നു. ഇനി ഇത് യൂറോപ്പിനെതിരെ വന്നാൽ എന്താകും? അമേരിക്കയ്ക്കെതിരെ വന്നാൽ എന്താകും? ഇന്ത്യക്കെതിരെ വന്നാൽ എന്താകും? ഇതെല്ലാം നമ്മൾ കാണണം. പ്രിയപ്പെട്ട, അതിശക്തവും സംഖ്യാതീതമായ ജനത എൻ്റെ ദേശത്തിന് വന്നിരിക്കുന്നു. അതായത് ഇസ്രായേൽ ദേശത്തിനെതിരെ. അന്നത്തെ കാലത്ത് ഇസ്രായേൽ ദേശം ഉദ്ദേശിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ലോകത്തിന് എല്ലാ ഭാഗത്തേക്കും വരികയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, സംഖ്യാതീതമായ ജനത എൻ്റെ ദേശത്തിന് വന്നിരിക്കുന്നു. അതിൻ്റെ പല്ല് സിംഹത്തിൻ്റേതുപോലെയും ദംഷ്ട്രകൾ സിംഹിയുടേതുപോലെയുമാണ്. ഈ സംഖ്യാതീതമായ ഈ വരുന്ന വലിയ പട്ടാള വ്യൂഹം, അതായത് ഇന്നത്തെ വേറെ ഭാഷ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്, എതിർശക്തി, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഒരു ജനവിഭാഗം, ഒരു പട്ടാള വ്യൂഹം വന്നാൽ അത് സിംഹത്തിൻ്റെ പല്ല് പോലെയും സിംഹിയുടെ ദംഷ്ട്രകൾ പോലെയും എന്ന് പറഞ്ഞാൽ അത്ര കടിച്ച് ഓരോ രാഷ്ട്രത്തെയും കടിച്ചു തിന്നാൻ, ഒരു ജനവിഭാഗത്തെ കടിച്ചു തിന്നാൻ, നശിപ്പിക്കുവാൻ കഴിയുന്ന ഭീകര ശക്തിയുള്ള ജനങ്ങൾ വരുന്നു എന്ന് കർത്താവ് പറയാണ്. അതെൻ്റെ മുന്തിരിച്ചെടികളെ നശിപ്പിച്ചു. ഏതാ മുന്തിരിച്ചെടി? ഞാൻ ശാഖകളും, അല്ലെ ഞാൻ സാക്ഷാൽ മുന്തിരിയും നിങ്ങൾ ശാഖകളുമാണിത്. അപ്പോൾ യേശു ക്രിസ്തുവാണ് ആ മുന്തിരിച്ചെടി. യേശു ക്രിസ്തുവിൻ്റെ മുന്തിരിച്ചെടി നട്ടുപിടിപ്പിച്ച ആദ്യത്തെ പുൽത്തോട്ടം, ആദ്യത്തെ ആ വയൽ തോട്ടമായിരുന്നു ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന് ക്ഷതങ്ങൾ സംഭവിക്കുന്നു. രണ്ടാമത്തേതാണ് കത്തോലിക്ക സഭ. ഇത് രണ്ടിനും ക്ഷതങ്ങൾ സംഭവിക്കും, ഇല്ലാതെയാകും, ശൂന്യമാകും, നശിക്കും. ഒരു നിശ്ചിത കാലം വരുമ്പോൾ അതിനൊരു അപ്രത്യക്ഷീകരണ സ്വഭാവം വരും. പക്ഷേ അത് കർത്താവ് പിന്നീട് തിരിച്ചു പിടിക്കും. അതവിടെ നിൽക്കട്ടെ, ആ പോയിന്റിലേക്ക് വരാം. അത് നമുക്ക് വരാം. അപ്പോൾ കർത്താവാണ് അതിൻ്റെ മുന്തിരിച്ചെടി നശിപ്പിച്ചു, അത്തിവൃക്ഷങ്ങളെ ഒട്ടിച്ചു തകർത്തു. ഏതാണ് അത്തിവൃക്ഷം? അത്തിവൃക്ഷങ്ങളാണ് സഭ. ഈ 24 റീത്തുകളിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കിടക്കുന്ന സഭാവിഭാഗങ്ങൾ, അതെല്ലാം അത്തിയാണ്. അത്തിപ്പഴങ്ങൾ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ തരുന്ന കൗദാശികതല. ഏതാണ് അത്തിപ്പഴത്തിലെ കൂതാശകൾ? അല്ല, അത്തിപ്പഴത്തിലെ പഴങ്ങൾ ഏതാണ്? പച്ചപ്പഴം ഉണ്ടാകാം, ഉണങ്ങിയ പഴം ഉണ്ടാകാം, പഴുത്ത പഴം ഉണ്ടാകാം, അതിന് പിഞ്ച് കായകൾ ഉണ്ടാകാം, പറിച്ച് കറി വയ്ക്കാൻ പറ്റിയ ഭാഗത്തിലുണ്ടാവാം. അങ്ങനെ ഏത് വിധത്തിലുമുള്ള ആ പഴങ്ങൾ കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 കൂതാശികൾ 7 പഴങ്ങളാണ്. അതുകൂടാതെയുള്ള ഏകദിന ധ്യാനങ്ങൾ, കുർബാനകൾ, തിരുനാളാഘോഷങ്ങൾ, വിശ്വാസം, വിശുദ്ധി, ശുശ്രൂഷകൾ എല്ലാം പഴങ്ങളാണ്. കർത്താവ് പറയാണ്, എൻ്റെ മുന്തിരിച്ചെടികളെന്ന് വെച്ചാൽ അത്തിവൃക്ഷങ്ങളെ ഒടിച്ചു തകർത്തു, അതിൻ്റെ തൊലി ഉരിഞ്ഞ് ശാഖകൾ നശിപ്പിച്ചു. ഈ അത്തിവൃക്ഷങ്ങളുടെ തൊലി ഉരിഞ്ഞ് അതിൻ്റെ ശാഖകളെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, തൊലി ഉരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാണം കെടുക, ലജ്ജിതമാവുക എന്നാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായി ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയത്. നമ്മുടെ സഭ കേൾക്കുന്ന, അല്ലെങ്കിൽ സഭയിൽ വരുന്നത് മാത്രമല്ല, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഷൈനിയുടെയും ആ 2 കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ. ആ കുടുംബം നാണം കെടുവാണ്, ആ ഇടവക ലജ്ജിതമാവുകയാണ്. അതിനകത്ത് പങ്കാളിയായ ഓരോ ദുഷ്ടമനുഷ്യർക്കും ലജ്ജയും നാണവും വിഷമവും തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥ. അത്രമാത്രം ലജ്ജാകരമായ, കഷ്ടം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ, അത്തരം വൈകൃതമായ പ്രവൃത്തിയുടെ ഫലമായി അതിൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥ. കുടുംബത്തിൻ്റെ തൊലി ഉരിഞ്ഞു പോവുക, ഇടവകയുടെ തൊലി ഉരിഞ്ഞു പോവുക, സഭയുടെ തൊലി ഉരിഞ്ഞു പോവുക, അതിൽ പങ്കാളായിരിക്കുന്ന വ്യക്തികളുടെ തൊലി ഉരിഞ്ഞു പോവുക.
അതിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ തൊലിയുരിഞ്ഞു പോവുക. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുകയാണ്. അത് കഥാപാണ് തൊലിയുരിഞ്ഞു പോയ ശാന്തി തൻ്റെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്കൊടുത്ത് വിലപിക്കുന്ന കന്യകെപ്പോലെ പ്രലപിക്കുവിൻ. തൻ്റെ യൗവനത്തിൽ, അത് വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ആ സ്ത്രീ തൻ്റെ യൗവനത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കരയുന്ന, വിലപിക്കുന്ന, അതിൻ്റെ ഹൃദയപൂർവമായ ആ ദുഃഖത്തെ ഓർത്ത് പ്രലപിക്കുന്ന പോലെ കർത്താവ് പറയുകയാണ്, കന്യകയെ ഓർത്ത് വിലപിക്കുന്ന പോലെ നിങ്ങൾ വിലപിക്കുവിൻ. കത്തോലിക്ക സഭയോട്, കുടുംബത്തോട്, ഇടവയോട്, ജനത്തോട്, ലോകത്തോട്, രാഷ്ട്രത്തോട് സർവശക്തനായ ദൈവം പറയണം, നിങ്ങൾ വിലപിക്കുവിൻ, പ്രലപിക്കുവിൻ. എന്താണ് കാര്യം? ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിന് ശുശ്രൂഷകരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് ഇതാണ്. ഇപ്പോൾ സഭയിൽ ധാന്യബലിയും പാനീയബലിയും അപ്രത്യക്ഷമായിട്ടില്ല, സഭയിൽ അപ്രത്യക്ഷമായിട്ടില്ല. അത് അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ 1 വർഷത്തോടെ കഴിഞ്ഞാൽ ഈ ധാന്യബലിയും പാനീയബലിയും കുർബാനകൾ നിന്നുപോകും. എന്നാൽ നമുക്കറിയാം, എറണാകുളം ബംഗാൾ രൂപതയിൽ ഈ ധാന്യബലിയും പാനീയബലിയും ചില ഇടവകളിൽ നിന്നുപോയിട്ടുണ്ട്. ആ രൂപതയുടെ അടിസ്ഥാനത്തിൽ നിന്നുപോയിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങളുടെ, കലുഷിതമായ പ്രശ്നങ്ങളിൽ നിന്നുപോയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറയാണ്, എന്താ പറയുന്നത്? ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഇടാലല്ല. അവിടെ പല പ്രശ്നങ്ങളാൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാൻ പറ്റുന്നില്ല, ജനങ്ങൾക്ക് ആരാധന നടത്താൻ പറ്റുന്നില്ല, പല കലുഷിതമായ. അപ്പോൾ അവിടെ അത് സംഭവിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. അവിടെ നീതിയോടെ നോക്കിക്കാണും, നീതിയുടെ പീഠത്തിലിരിക്കുകയും നീതിയെ ഹൃദയത്തിൽ സ്നേഹിക്കുകയും നീതിപൂർവ്വം ചിന്തിക്കുകയും നീതിപൂർവ്വം പ്രശ്നങ്ങളെ സമീപിക്കുകയും നീതിപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാർ വിലപിക്കുന്നു. എൻ്റെ ഇടവക, എൻ്റെ രൂപതയിൽ ഈ കുർബാന നിന്നുപോയല്ലോ, ഈ പ്രശ്നങ്ങൾ സംഭവിച്ചല്ലോ എന്നോർത്ത് ഒരു പറ്റം പുരോഹിതന്മാർ വിലപിക്കുമ്പോൾ മറ്റൊരു പറ്റം പുരോഹിതന്മാർ താക്കീത് ചെയ്യുന്നു, ധാർഷ്ട്യത്തോട് സംസാരിക്കുന്നു, ധിക്കാരപൂർവ്വം സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരടിച്ചമർത്തുന്നു, അവർ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒരിടത്ത് വിലപിക്കുമ്പോൾ മറ്റൊരിടത്ത് ധാർഷ്ട്യം കാണിക്കുന്നു. കർത്താവ് പറയാണ്, വിലപിക്കുവിൻ, നിങ്ങൾ വിലപിക്കുവിൻ. എന്നാ കർത്താവിന് ശുശ്രൂഷ പുരോഹിതന്മാർ വിലപിക്കുന്നു. വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു, ഭൂമി വിലപിക്കുന്നു. ധാന്യം നശിച്ചു, വീഞ്ഞ് ഇല്ലാതായി, എണ്ണ വറ്റിപ്പോയി, നിലം മുഴുന്നവരെ പ്രലപിക്കുവിൻ. പ്രിയപ്പെട്ട, അതിനർത്ഥം എന്താണ്? ആ കർത്താവ് അത് ഒരു കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ സംഭവമാണ് പറയുന്നത്. അവിടെ കർത്താവ് പറയാണ്, കർത്താവ് ഇങ്ങനെ ശുശ്രൂഷ പുരോഹിതന്മാർ വിലപിക്കുന്നു. വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. വയലുകൾക്ക് 2 അർത്ഥമുണ്ട്. അത് ഞാൻ പലപ്പോഴും പറയാനുള്ളത്. ഒന്ന് വയൽ എന്ന് പറഞ്ഞാൽ ധാന്യം, ഗോതമ്പ്, ബാർലിയൊക്കെ കൃഷി ചെയ്യുന്ന വയലുകൾ. അപ്പോൾ ഈ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇപ്പം നമുക്കറിയാം, സിറിയ, ഗാസ, ഉക്രൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റിയില്ല. അവിടെ വയലുകൾ ശൂന്യമാക്കപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണ്? ബോംബിൻ്റെ സ്ഫോടനം, കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, ബോംബിടുന്നു, റോഡുകൾ തകരുന്നു, അണക്കെട്ടുകൾ പൊട്ടുന്നു, അവിടെ സമാധാനം, കൃഷിക്കാർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവിടെ വയൽ ശൂന്യമായി. രണ്ടാമത്തെ വയൽ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കയിൽ നിന്നും കുറേ ആൾക്കാരെ കയറ്റിവിടുന്നു, ലണ്ടനും യൂറോപ്പിൽ നിന്നും പല ആളുകളെ കയറ്റിവിടുന്നു. എന്തുകൊണ്ടാണ് കയറ്റിവിടുന്നത്? അതൊരു വയലാണ്. അത് സമ്പത്ത് വരുന്ന വഴികൾ, പണം കായ്ക്കുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ, നേഴ്സിംഗ്, ഡോക്ടർ വിദ്യാഭ്യാസം, ഡോക്ടറായി ശുശ്രൂഷിക്കുക. അപ്പോൾ അവർക്കൊക്കെ ജോലി നഷ്ടപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ പണം ഇങ്ങോട്ട് വരാതെയാവുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, 2 രീതിയിൽ അത് വരുന്നു. ഒന്ന്, ഭക്ഷണമില്ലാതെയാകുന്നു. 2, സമ്പത്ത് നശിക്കുന്നു. കർത്താവ്, ഭൂമി വിലപിക്കുന്നു. ഭൂമി എന്ന് പറയുന്നത് ശരിക്കും ഈ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, അമേരിക്കൻ ഭൂമിയിൽ നിന്ന് ഡോക്ടർമാരെ പുറത്താക്കിയാൽ ആ പ്രദേശം മുഴുവനും വിലപിക്കും. അവിടുന്ന് നേഴ്സുമാരെ പുറത്താക്കിയാൽ ആ പ്രദേശം, നേഴ്സുമാർ സംബന്ധമായ പ്രദേശങ്ങൾ വിലപിക്കും. അവിടുന്ന് എഞ്ചിനീയർമാരെ പുറത്താക്കിയാൽ, അല്ലെങ്കിൽ അവിടുന്ന് അനധികൃതമായിട്ട് അവിടെ വന്നിരിക്കുന്ന പുറത്താക്കിയാൽ ആ പ്രദേശം മുഴുവിക്കും. അപ്പോൾ ആ ഭൂമി വിലപിക്കും, ആ പ്രദേശം വിലപിക്കുന്നതാണ്. അപ്പോൾ അത് ആ അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആളുകളെ അവിടുന്ന് കുടിയിറക്കിയാലും അല്ലെങ്കിൽ മാറ്റിയാലും ഇപ്പോൾ നമുക്കറിയാം, ഗാസ എന്ന ഭൂമി വിലപിക്കുന്നു. ഉക്രൈൻ എന്ന ആ പ്രദേശം വിലപിക്കുന്നു. സിറിയ എന്ന പ്രദേശം, ആ ഭൂമി, സിറിയ എന്ന ഭൂമി വിലപിക്കുന്നു. അമേരിക്ക എന്ന ഭൂമി വിലപിക്കുന്നു. ഗാസ എന്ന ഭൂമി വിലപിക്കുന്നു. ഉക്രൈൻ എന്ന ഭൂമി വിലപിക്കുന്നു. ഇവിടെയെല്ലാം എന്താ? ആ മണ്ണ് വിലപിക്കുകയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഭൂമി വിലപിക്കുന്നു. ധാന്യം നശിച്ചു. ധാന്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. 2 ഭക്ഷണമുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം. ഒന്ന്, നമ്മുടെ ആഹാരമായിട്ട് കഴിയുന്ന ഭക്ഷണം, ധാന്യം, ഗോതമ്പ്, ബാർലി, അരി, മറ്റു സാധനങ്ങൾ. അതോടനുബന്ധിച്ച് തന്നെ ഒരു ധാന്യം കൂടിയുണ്ട്, അതായത് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ധാന്യം, അപ്പൊടി, അതുപോലും കിട്ടാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ധാന്യം നശിച്ചു, വീഞ്ഞ് ഇല്ലാതായി.
വീഞ്ഞ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് കുർബാന ഇല്ലാണ്ടാവുന്നു, രണ്ട് എന്താണ് ഇത് സംഭവിക്കുന്നത്, രണ്ട് വിവാഹമില്ലാതെയാവുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഈ വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നത്, ചെറിയ ചെറിയ ഷോർട്ടായിട്ട് നമ്മൾക്ക് കാണുന്നത്, ഈ റോബോട്ടുകൾ, സ്ത്രീ റോബോട്ടുകൾ പുറത്തിറങ്ങുന്നു. സ്ത്രീ റോബോട്ടുകളെ വിവാഹം കഴിക്കുന്നു, ചുംബിക്കുന്നു, കൂട്ടത്തിൽ കടത്തുന്നു, കൊണ്ടുപോകുന്നു, അതിനെ വിക്രികൾ കാണിക്കുന്നു, അക്രികൾ കാണിക്കുന്നു, അതെല്ലാം കാണിക്കുന്നു. അത് സൗന്ദര്യമുള്ള ഒരു റോബോട്ട്സുകൾ കാണിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ വീഞ്ഞില്ലാതായി, അവിടെ വിവാഹത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ വീഞ്ഞെന്ന വിവാഹം ഇല്ലാതായാലും അവിടെ വീഞ്ഞ് എന്ന പ്രക്രിയ അവിടെ നടക്കുകയും ചെയ്യും. അതായത് വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വകാര്യ മുറിയിൽ നമുക്ക് ലഭിക്കുന്ന രീതിയിൽ അവിടെ സംഭവം നടക്കുന്നു. അപ്പോൾ കർത്താവിന് വീഞ്ഞ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ വിവാഹം ഇല്ലാതായി. എണ്ണ വറ്റിപ്പോയി. യോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 11-ാം തിരുവചനമാണ് പ്രിയപ്പെട്ട ഞാൻ പറയുന്നത്. എണ്ണ വറ്റിപ്പോയി. എണ്ണ എന്ന് പറയുന്നത്, ഒന്ന് സ്നേഹം, രണ്ട് വിശുദ്ധി, രണ്ട് ജ്ഞാനം, സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ദൃശ്യവസ്തുരൂപമാണ് എണ്ണ. നമുക്കറിയാം, ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ജോഷുവ പ്രവാചകൻ കുഴലിനകത്ത് എണ്ണ വെച്ചുകൊണ്ട് തലയിൽ അഭിഷേകം ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തതിൻ്റെ അർത്ഥം. അപ്പോൾ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എണ്ണയാണ് ഒഴിച്ചത്. അപ്പോൾ എണ്ണ വറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വറ്റിപ്പോയി. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത സഭ, പരിശുദ്ധാത്മാവില്ലാത്ത കുർബാനകൾ, പരിശുദ്ധാത്മാവില്ലാത്ത കുടുംബ ബന്ധങ്ങൾ, പരിശുദ്ധാത്മാവില്ലാത്ത വിവാഹങ്ങൾ, പരിശുദ്ധാത്മാവില്ലാത്ത അനാഫറുകൾ, പരിശുദ്ധാത്മാവില്ലാത്ത സ്നേഹങ്ങൾ, പരിശുദ്ധാത്മാവില്ലാത്ത സഭകൾ, ഇടവകൾ, രൂപതകൾ, അനാഫറുകൾ എന്നും വേണ്ട. പരിശുദ്ധാത്മാവ് വറ്റിപ്പോയി എന്ന് പറയുമ്പോൾ തീർന്നു പോയി, പരിശുദ്ധാത്മാവില്ല. അത് ഞാൻ പലപ്പോഴും ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിപ്പോയി. പക്ഷി, പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെയുള്ള പക്ഷി ഇറങ്ങിപ്പോയി, അഥവാ പറന്നുപോയി, അഥവാ ഓടി രക്ഷപ്പെട്ടു. കർത്താവ്, ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല കർത്താവ്, ഇത് അർത്ഥം പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇത് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നതാണ് കർത്താവ്, നിലമുഴുന്നവരെ പരിഭ്രമിക്കുവിൻ. അതെന്താണ് അതിൻ്റെ അർത്ഥം വെച്ചാൽ, നിലമുഴുന്നവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നിലം, അതായത് ഈ കണ്ടം പോലെ സ്ഥലങ്ങൾ, പാടങ്ങൾ. ഇപ്പം നമുക്ക് നെല്ല് കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ചേന കൃഷി ചെയ്യണം, അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യണം. അപ്പോൾ കുറച്ച് കമ്പും കാടും കുത്തും കല്ലും എല്ലാം ഉണ്ടാവും. അത് ഉഴുതു മറിക്കും. ഇന്നൊക്കെ ട്രാക്ടറാണ്. ആ ട്രാക്ടർ ഉഴുതു മറിച്ചിട്ട് അതിനകത്തെ കളകളും കുറ്റികളും വേരുകളും എല്ലാം പെറുക്കിക്കളയും, എന്നിട്ട് ഒരുക്കിയെടുക്കും. അങ്ങനെ നിലം ഉഴുന്ന് അത് ഭംഗിയാക്കി വൃത്തിയാക്കുന്നവരെ പരിഭ്രമിക്കും എന്ന് പറഞ്ഞാൽ കൃഷി എന്നേക്കുമായിട്ട് തീർന്നു പോകുന്നു. ഇനി ഒരു നിലമൊരുക്കലോ നിലം കൃഷി ചെയ്യലോ ഉണ്ടാക്കാൻ പറ്റാത്ത വിധം ആ പ്രദേശം മറിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് വെച്ചാൽ, നിലം ഉഴുതു മറിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൊണ്ടുണ്ട്. അതായത് നമുക്കറിയാം, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, നഴ്സിംഗ് കോളേജുകൾ, ഡോക്ടറാകുന്ന കോളേജുകൾ, അങ്ങനെ വിദ്യാഭ്യാസം എന്ന ആ സംഭവം, വിദ്യാഭ്യാസം എന്ന പണം കായ്ക്കുന്ന അതിൻ്റെ ഉഴവ് സ്ഥലങ്ങൾ, അത് കൃഷി ചെയ്യുന്ന സ്ഥലം, അതിന് ഉറവിടങ്ങൾ കർത്താവ് പറയണം, അത് പറ്റിപ്പോകുന്നു, നശിച്ചു പോകുന്നു, ഇല്ലാതെ പോകുന്നു. അതായത് ഇനിയൊരു യുദ്ധമോ കാര്യമോ വന്നാൽ ഇത് എന്നേക്കുമായിട്ട് തീർന്നു. അത് അടുത്ത് തന്നെ യുദ്ധകാര്യം വരും, അടുത്ത് തന്നെ വരും. കർത്താവ് പറയാണ്, വരും, മുന്തിരിത്തോട്ടക്കാരെ പ്രലപിക്കുവിൻ, ഗോതമ്പിനെയും ബാർലിയും ചൊല്ലി തന്നെ. മുന്തിരി കൃഷി എന്ന് പറയുന്നത് കാർഷിക മേഖല. മുന്തിരി ഉണ്ടെങ്കിലേ അതിനകത്ത് വീഞ്ഞ് കാര്യം ഉണ്ടാവുള്ളൂ, അത് ഉപയോഗിച്ച് കുർബാന നടക്കുകയുള്ളൂ, അത് വിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇസ്രായേൽ പോലെ രാഷ്ട്രങ്ങൾ അവർക്ക് ജലം കുടിക്കുന്നതിന് പകരം അവർ കൂടുതൽ കുടിക്കുന്നത് വീഞ്ഞാണ്. കാരണം ജലത്തിൻ്റെ ദൗർലഭ്യമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം. ഇപ്പോൾ കടൽ ജലം ശുദ്ധി ചെയ്ത് വെള്ളത്തെ ഉൽപ്പാദിപ്പിച്ച് ഇസ്രായേൽക്കാർ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ കണ്ടുപിടിക്കപ്പെട്ടു. എന്നാൽ പഴയ കാലഘട്ടങ്ങളിൽ അവർ വെള്ളം കുടിക്കുന്നത് പോലെ അവിടുത്തെ ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, മുന്തിരി കൃഷി ചെയ്തിട്ട് മുന്തിരി അത് നീറ്റി പിഴിഞ്ഞ് ആ വെള്ളം, ആ പഴച്ചാറ് വെള്ളം കുടിക്കുന്ന പോലെ അവർ കുടിച്ചിരുന്നു. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കടൽ ജലം പറ്റിച്ച് അവർ ആ സാങ്കേതികവിദ്യ ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം കർത്താവിനാണ്, മുന്തിരിത്തോട്ടക്കാരെ പ്രലപിക്കുകയും ഗോതമ്പിനെയും ബാർലിയും ചൊല്ലി തന്നെ, കാരണം വയലിലെ വിളവുകൾ നശിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത്, വയലിലെ വിളവുകളെല്ലാം നശിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഉക്രൈനിൽ വയലിലെ വിളവുകൾ നശിപ്പിച്ചു. പാടങ്ങളിൽ ബോംബ് വീണാൽ ആ പ്രദേശത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല. റോഡ് സംവിധാനമില്ല. അവിടുത്തെ കൃഷിയിടങ്ങളെല്ലാം വലിയ കുണ്ടും കുഴികളുമായി അങ്ങനെ വേണം. അപ്പോൾ ഗോതമ്പ് കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഇതുമായിരിക്കും. കർത്താവ് പറയുന്നത്, വയലിലെ വിളവുകൾ നശിച്ചിരിക്കുന്നു. മുന്തിരിയും അത്തിവൃക്ഷവും വാടിപ്പോകുന്നു, മാതളും ഈന്തപ്പനയും ആപ്പിളും ഉൾപ്പെടെ വയലിലെ എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിയിരിക്കുന്നു. മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി
പ്രിയപ്പെട്ടവരെ, അത് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. നമ്മളൊരു ഇപ്പം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അല്പം ദൂരം കൂടെ മുന്നോട്ട് പോയാൽ 1 1.5 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് മുന്നോട്ട് പോയാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, അതിനുശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവരെ. അതിങ്ങനെയാണ് 13-ാം തിരുവചനം മുതൽ അതിന് 13 പറയാണ്, കർത്താവ് വീണ്ടും മരണിച്ചാണ്, പുരോഹിതന്മാരെ ചാക്കൊടുത്ത് വിലപിക്കുവിൻ, ബലിപീഠ ശുശ്രൂഷകരെ വിലപിക്കുവിൻ, എൻ്റെ ദൈവത്തിൻ്റെ സേവകരെ അകത്തു ചെന്ന് ചാക്കൊടുത്ത് രാത്രി കഴിക്കുവിൻ. ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കേരള സഭ ചെയ്യേണ്ട കാര്യങ്ങളെ മഹാസഭ വിളിച്ചുകൂട്ടുകയും പുരോഹിതന്മാർ ഒരുമിച്ച് കൂടുകയും പുരോഹിതന്മാർ ചാക്കൊടുക്കുകയും ചെയ്യുവിൻ. ഉപവസിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ, മുട്ടിന്മേൽ നിൽക്കുവിൻ, കരങ്ങൾ വിരിക്കുവിൻ, കമിഴ്ന്നു വീണ് കർത്താവേ കരുണയായിരിക്കണമേ, ക്ഷമിക്കണമേ, കാരണം ഇതാ വരുന്നു. ഇതിൻ്റെ തൊട്ടുപുറകെ എന്താണ് വരുന്നത്? ഭക്ഷ്യക്ഷാമം, കൃഷി അപ്രത്യക്ഷമാകുന്നു, ഭക്ഷണപദാർത്ഥങ്ങളില്ലാതെ ആരാധന നിന്നു പോകുന്നു, ആരാധന കുർബാന നിന്നു പോകുന്നു, വിലാപവും പല്ലുകടിയും മാത്രമായിട്ട് വരുന്നു, വറ്റിപ്പോകുന്നു, എണ്ണ വറ്റിപ്പോകുന്നു, വീഞ്ഞ് ഇല്ലാതാകുന്നു, കൃഷി നശിക്കുന്നു, മുന്തിരിയും ഗോതമ്പും ഇല്ലാതാകുന്നു, വയലിലെ വിളവുകൾ നശിച്ചിരിക്കുന്നു, മുന്തിരിത്തോട്ടം അത്തിവൃക്ഷം വാടിപ്പോകുന്നു, മാതളം ഈന്തപ്പനയും ആപ്പിളും ഉൾപ്പെടെ വയലിലെ എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി മറിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കേരള സഭയിൽ, അല്ലെങ്കിൽ സഭയെ മാത്രമല്ല, നമ്മൾ കേരളത്തെ മൊത്തമായിട്ട് എടുത്തു, ലോകത്തെ മൊത്തമായിട്ട് എടുക്കും. അമേരിക്കയിൽ നിന്ന് കയറ്റിവിടുന്നവർക്ക് സന്തോഷമുണ്ടോ? യൂറോപ്പിൽ നിന്ന് കയറിപ്പറഞ്ഞു വരുന്നവർക്ക് സന്തോഷമുണ്ടോ? ഗൾഫ് രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് സന്തോഷമുണ്ടോ? അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ നശിച്ചു പോയി നമുക്ക് സന്തോഷമുണ്ടോ? 8-10 ലക്ഷം രൂപ മുടക്കി നമ്മൾ പഠിച്ചിട്ട് ജോലി കിട്ടിയെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടോ? മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി വന്നിരിക്കുന്നു. ഏതാണ് ഈ ആനന്ദം? ആത്മാവിൻ്റെ ആനന്ദം, ആത്മീയ ആനന്ദം. എന്നാൽ അവർക്ക് ശാരീരിക ആനന്ദമുണ്ട്. മദ്യം കുടിക്കാനുണ്ടാവും, പുകവലിക്കാനുണ്ടാവും, സിനിമ കാണാനുണ്ടാവും, MDMA ഉപയോഗിക്കാനുണ്ടാവും, ലൈംഗികതയ്ക്കുള്ള സാഹചര്യം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അവർ ശാരീരിക സുഖം, പക്ഷേ ഹൃദയത്തിലെ സമാധാനം എന്ന ആ ആനന്ദം, യേശു എന്ന ആ പരമസത്യം, യേശു ക്രിസ്തു എന്ന പരമസത്യ സുഖം, ആ യേശു ക്രിസ്തു എന്ന ആ സുഖം, ആ സന്തോഷം, ആ ആത്മീയ ആനന്ദം പോയി മറിഞ്ഞിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? പ്രാർത്ഥന ഇല്ലാതാകുന്നു, വിശുദ്ധ ബലി ഇല്ലാതെയാകുന്നു, വിശുദ്ധ ബലിയിൽ ആളുടെ സാമീപ്യം കുറഞ്ഞു വരുന്നു, അതിൻ്റെ അനാഫറുകളിലോ അതിൻ്റെ വാക്കിൻ്റെ ഉച്ചാരണത്തിലോ അതിൻ്റെ ഘടനയിലോ മാറ്റം വരുത്തുന്നു. ഇങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ? ആരാണിത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്? അത് കർത്താവ് പറയാണ്, നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല. എന്താ അർപ്പിക്കപ്പെടുന്നില്ലാത്ത? ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ടവർ, അത് അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇപ്പം ഞാൻ അല്പം കയറി പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വർഷം 2025, ഈ ഒരു വർഷം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലും കുർബാനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ദേവാലയമൊക്കെ ഉണ്ട്. 2026 അടുത്തൊരു വർഷത്തിൻ്റെ ഒരു മധ്യാഹ്നം കൂടെ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു മോഡലിൽ പോകാൻ പറ്റിയേക്കാം. എന്നാൽ 2027 ശേഷം 27 മുതൽ നമുക്ക് ധാന്യബലിയും പാനീയബലിയും ഇല്ല, ധാന്യമില്ല, ഭക്ഷണമില്ല, കുർബാനകൾ നിന്നുപോകും, വാഹനങ്ങളില്ലാതാകും, വലിയ പ്രശ്നങ്ങളിലേക്ക് വരും. കാരണം ആഗോള യുദ്ധം 3ാം ഘട്ടം തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവ് പറയാണ്, മഹാസഭ വിളിച്ചുകൂട്ടുകയും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്യും. നമ്മുടെ കേരള സഭ, നമ്മുടെ മെത്രാന്മാർ, ഇപ്പം നിലവിലുള്ള കേരള സഭയിലെ എത്ര മെത്രാന്മാരുണ്ടോ അത്രയും മെത്രാന്മാർ തൻ്റെ ഇടവകളിലേക്കും പുറവനങ്ങളിലേക്കും വിളിച്ചിട്ട് പറയണം, ഓരോ ഇടവകയിലും ഉപവാസം പ്രഖ്യാപിക്കുക, ഒരു നിശ്ചിത ദിവസം തിരഞ്ഞെടുക്കുക, വലിയ ആഴ്ചയോ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക. ആ ദിവസം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഉപവസിക്കുക, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ച് ദിവ്യകാരുണ്യശുളമ്പിലിരിക്കുക. അന്നത്തെ ദിവസം ഉപസാരത്തിൻ്റെ നല്ല ക്ലാസ്സിലെടുക്കാൻ കഴിവുള്ള, നല്ല ജ്ഞാനവും ബോധ്യമുള്ള ആൺകുട്ടികളെ, ചുണക്കുട്ടികളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കണം. ഞാൻ കൊച്ചെന്നുള്ള ക്ലാസ്സുകളല്ല വേണ്ടത്. യേശു ക്രിസ്തു പറഞ്ഞ വചനമല്ല ഇനി വേണ്ടത്. വെളിപാട് ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ത്രിത്വം സംസാരിച്ച വചനമുണ്ട്. ആ വചനം വെച്ച് കുരുമ്പസാരത്തിനൊരുക്കണം. പ്രിയപ്പെട്ടവർ, ആരൊരുക്കും അത്? ആർക്കറിയാം അത് പറയാൻ? ആരെങ്കിലും ഒരുക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കഥാ പറയണം, മഹാസഭ വിളിച്ചുകൂട്ടിയും ഉപവാസം പ്രഖ്യാപിക്കുകയും
പുരോഹിതരെ ചാക്കുടുക്കുവിൻ, ചാരം പൂശുവിൻ, നിലത്തിരിക്കുവിൻ. അത്ര ഭയാനകമായ പ്രശ്നങ്ങൾ ഇതാ തൊട്ടടുത്ത്. സിറിയയിലെ സംഭവങ്ങൾ ലോകം മുഴുവനും ഉണ്ടാവും. ഗാസയിലെ സംഭവങ്ങൾ ലോകം മുഴുവനും പടരും. ഉക്രൈൻ്റെ പ്രശ്നങ്ങൾ ലോകം മുഴുവനുമാകും. യൂറോപ്പിലേക്ക് സൈന്യങ്ങൾ എരിച്ചുയരും. യൂറോപ്പ് തകർന്നാൽ, അവിടുത്തെ ശക്തി തകർന്നാൽ, ആധിപത്യം ആരുടേതായിട്ട് മാറും? സാത്താൻ്റെതായിട്ട് മാറും. സാത്താൻ്റെ ശക്തികൾക്ക് ആധിപത്യം കിട്ടുന്ന രീതിയിൽ ലോകത്തേക്ക് ഭരണം വന്നാൽ എന്താ സംഭവിക്കുകയെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ. അവിടെ കർത്താവ് പറയാണ്, ശ്രേഷ്ഠന്മാരെ, ദേശവാസികളുടെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവിൻ. നമ്മുടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ടോ? ഒരു കുർബാന രാവിലെ ചൊല്ലി ആള് പിരിഞ്ഞു പോയി, സ്തോത്രം. 1 മണിക്കൂർ സമയം, 1 2 വചനം, ഇത്ര കഷ്ണം മാത്രം പറഞ്ഞു, വചനത്തിൻ്റെ കഷ്ണം അത് കേട്ടു, ഒരു കുർബാനയുടെ കഷ്ണം കഴിച്ചു, സ്ഥലം വിട്ടു, സ്തോത്രം. ഇത്രേ ഉള്ളൂ. നമ്മുടെ കർത്താവ് അതല്ല പറയുന്നേ, സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന എന്താണ്? നിങ്ങൾ അത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അല്ല ചുമ്മാ വായിച്ചു പോയിട്ട് കാര്യമില്ല. വായിച്ചു പോയി വെറുതെ പോയെന്നാൽ ഇന്നല്ല നാളെ നിന്റെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണം അപ്രത്യക്ഷമാകുമ്പോൾ, നിന്റെ കൺമുമ്പിൽ നിന്ന് പ്രാർത്ഥനയും ആരാധനയും ഇല്ലാതാകുമ്പോൾ, നിന്റെ ഹൃദയ സമാധാനവും സന്തോഷം നഷ്ടപ്പെടുമ്പോൾ, നിന്റെ കൂടുതലുള്ള വ്യക്തി നിനക്ക് നഷ്ടമാകുമ്പോൾ, നിന്റെ ഭവനമോ നിന്റെ സന്തോഷമോ നിന്റെ സമ്പത്തോ നഷ്ടമാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അപ്പോഴായി നമുക്കൊന്ന് മനസ്സിലാകുള്ളൂ. അതടുത്തെത്തിയ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയാണ്. അവർ കർത്താവ് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ഏതാണ് ഈ മഹാസഭ എന്ന് പറയുന്നത്? റോമിലാണ്. നമ്മളെ സംബന്ധിച്ച മഹാസഭ റോമിലാണ്. രണ്ടാമത്തെ സഭ നമ്മുടെ ഓരോ രാജ്യത്തിലെയും വിവിധ രീതികളിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അത് ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിലും അതിൻ്റേതായ രീതികളിൽപ്പെട്ട സഭാ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ കേരള സഭ എന്ന് പറയും, ഭാരതത്തിലാണ് ഭാരത സഭ എന്ന് പറയും, ഇപ്പോൾ യൂറോപ്പിലാണ് യൂറോപ്യൻ സഭ എന്ന് പറയാം, അമേരിക്കൻ സഭ എന്ന് പറയാം. അങ്ങനെ ഓരോ രാഷ്ട്രത്തിലും അതിൻ്റേതായ രീതികളിൽപ്പെട്ട സഭാ സംവിധാനമുണ്ട്. അവിടെയൊക്കെ എന്ത് ചെയ്യണം? അവിടെ ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചു കൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ. ആ ദേശത്ത് വസിക്കുന്ന ദേശവാസികളുണ്ട്. ആ ദേശത്തെ വസിക്കുന്ന ഹിന്ദു എന്നോ മുസൽമാനെന്നോ ഒന്നും പറയണ്ട, അവരോടൊക്കെ പറയാം, ഇതാ യേശുക്രിസ്തുവിൻ്റെ വരവായി, അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനെ പോരെ, വാ ഒരുമിച്ചിരിക്കുക, പ്രാർത്ഥിക്കുക, യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ശ്രേഷ്ഠന്മാരെയും വിളിച്ചു കൂട്ടുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ, അതായത് നമുക്ക് കർത്താവിൻ്റെ ആലയം ഏതാണ്? പല ആലയമുണ്ട്. ഒന്നാമത്തെ ആലയമാണ് നമ്മുടെ കേരള സഭയുടെ ആസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥലമാണ് നമ്മുടെ രൂപതകൾ, മൂന്നാമത്തെ ആസ്ഥാനമാണ് നമ്മുടെ ഇടവകൾ, നാലാമത്തെ ആസ്ഥാനമാണ് നമ്മുടെ വീടുകൾ. നമ്മുടെ ബന്ധുക്കളെ സ്വന്തക്കാരെ എല്ലാം വിളിച്ച് നമ്മൾ കൂടണം. എന്നിട്ട് പറഞ്ഞു, ഇതാ യേശുവിൻ്റെ വരവായി, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്, നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കേണ്ട സമയമായി. ചാക്കുടുക്കണം, ചാരം പൂശണം. എന്താണ് ചാരം പൂശുക? നമ്മുടെ ശരീരത്തേക്ക് ചാരം വാരിയിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ചൊറിയാൻ തുടങ്ങും. നമ്മുടെ ചൊറിച്ചിൽ മൂത്ത് കഴിയുമ്പോൾ അവിടെയെല്ലാം ചൊറി പൊട്ടും, അവിടെയെല്ലാം വെള്ളം ഒഴുകും, നമ്മൾ നീറ്റൽ അനുഭവിക്കും. അങ്ങനെ ശരീരം വേദനിക്കണം. ശരീരം വേദനിച്ച് കർത്താവിനെ വിളിക്കണം. അല്ലാതെ ശരീരം സുഖിച്ച് ദൈവത്തെ വിളിക്കുന്നിടത്ത് സാത്താനാണുള്ളത്. അതായത് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ കണ്ണിൻ്റെയും കാതിൻ്റെയും ഇമ്പത്തിൻ്റെ പുറകെ പോവുകയല്ല ചെയ്യേണ്ടത്. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണം പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിൻ്റെ വചനത്തിന് പിന്നാലെ പോകാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ പോയിരിക്കും, പോകുന്നില്ലെങ്കിൽ പാതാളത്തിലേക്ക് പോകാം, പോകുന്നുണ്ടെങ്കിൽ നിത്യജീവനിലേക്ക് മാറ്റപ്പെടും. പ്രിയ സഹോദരരെ, ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കർത്താവ് വീണ്ടും കുറച്ചുകൂടെ പറയുകയാണ്, കർത്താവിനകത്ത് ഒരുമിച്ച് കൂടുവിൻ, കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അപ്പം ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരൻ, ഈ കർത്താവിൻ്റെ ദിനം എന്ന് പറയുന്നത് എഴുതി വെച്ച് ജോയൽ പ്രയാൻ്റെ പുസ്തകത്തിലാണ്. ജോയൽ പ്രയാൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ദിനമായോ? ഇല്ല. നമ്മൾ പഠിക്കണം, നമ്മൾ ഈ വചനം പഠിക്കുക എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, ഇങ്ങനെ വിഭജിച്ച് വചനത്തിൻ്റെ ഘടനയെ പഠിക്കണം. വചനത്തിൻ്റെ ഘടന പഠിക്കുമ്പോഴാണ് അത് എൻ്റെ ആത്മാവിൽ പ്രവർത്തന നിരതമാകുന്നത്. അങ്ങനെ എൻ്റെ ആത്മാവിൽ പ്രവർത്തന നിരതമാകുന്ന ആ വചനം എൻ്റെ ഹൃദയത്തിൽ കിടന്ന് പൊട്ടും. അത് പൊട്ടി അത് വർക്കൗട്ട് ആകുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളിലേക്ക് ദൈവാത്മാവ് പ്രവേശിച്ചിട്ട് പറയും, ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം കർത്താവ് പറയും. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ ഈ പറഞ്ഞത്, അന്ന് കർത്താവിൻ്റെ ദിനം ആഗതമായിട്ടില്ല. അതൊന്നുണ്ട്, അത് വേറെ അർത്ഥത്തിൽ ചിന്തിക്കുന്നതാണ്. കർത്താവ് യേശുക്രിസ്തു ജനിച്ചിട്ടില്ല, യേശുക്രിസ്തുവിൻ്റെ ദിനം വരുന്നുണ്ടായിരുന്നു. യേശുക്രിസ്തു ദൈവമായ കർത്താവ് ജനിക്കുന്നു. അങ്ങനെ ചരിത്ര പുരുഷനായ
സർവശക്തനായ യേശുക്രിസ്തുവിന്റെ ജനനം 33 വർഷം ലോകത്തെ AD എന്ന് BC തിരിച്ച് ആ ചരിത്ര സംഭവം, ലോകത്തിൽ നടന്ന ക്രിസ്തുവിന്റെ സംഭവം ആ ഒരു ദിനം വരുന്നത്. പക്ഷേ ഇന്നത്തെ പശ്ചാത്തലം ഇതേ വചനം ഇന്ന് 2025 മാർച്ച് മാസം 11-ാം തീയതി എടുക്കുമ്പോൾ കർത്താവിന്റെ ദിനമേതാ? യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ് പ്രിയപ്പെട്ടവരെ. അത് ഗ്രഹിക്കണം, അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ, അത് മനസ്സിലാക്കി വേണം നമ്മൾ ഒരുങ്ങുവാൻ. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അത് ഗ്രഹിക്കാൻ നമ്മുടെ തലച്ചോറില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്നേക്കും നഷ്ടപ്പെടും, എന്നേക്കും വിലപിക്കേണ്ടി വരും. അവസാനം നമ്മൾ വീട് മരിച്ചു പോകും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇതാ കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. ആ ദിനം കഷ്ടം. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ദിനം വളരെ കഷ്ടതകൾ നിറഞ്ഞതാണ്, വളരെ വളരെ ഭയാനകമാണ്. അതിനെ അതിജീവിക്കുവാനോ ശ്രദ്ധിക്കുവാനോ നോക്കുവാനോ നമുക്ക് സാധിക്കില്ല. ആണവ സ്ഫോടനങ്ങളാണ് നടക്കുന്നത്. കണ്ണ് കത്തിപ്പോകും, നമ്മുടെ കണ്ണ് പുറത്തേക്ക് നോക്കുന്നതിന് കണ്ണ് അന്ധമായി പോകുന്ന സക്രിയാപന പുസ്തകം ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദിനം മഹാകഷ്ടം. സർവശക്തനിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു. സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് അത് സംഹാരശക്തിയായി വരുന്നു. നമ്മുടെ കൺമുൻപിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പും അപ്രത്യക്ഷമായിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിൻ്റായിട്ട് വരികയാണ്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും, 2 ഭക്ഷണവും അപ്രത്യക്ഷമാവും. ഏതൊക്കെയാണ് 2 ഭക്ഷണം? നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായ ആഹാരം, മാർക്കറ്റുകൾ അപ്രത്യക്ഷമാവും. അരി സാധനങ്ങൾ, പച്ചക്കറികൾ ഒന്നും വാങ്ങാൻ പറ്റാതെ വരുന്ന അവസ്ഥ അതില്ലാണ്ടായി, ഇല്ലാതെ പോകുന്നു. 2, നമ്മുടെ ഭക്ഷണം ഏതാ? എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാവുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്ന ആ വിശുദ്ധ ബലി എന്നേക്കുമായിട്ട് നിന്നുപോകും. അത് അടുത്തെത്തി. ഇതെല്ലാം നിന്നു പോകുന്ന അടുത്ത കാലഘട്ടം വരെ എത്തി. അപ്പോൾ നമ്മൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്തോ, നമ്മുടെ ഗവൺമെന്റ് ഭക്ഷണം നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പ് അപ്രത്യക്ഷമായിരിക്കുന്നു. ആഹ്ലാദത്തിന് തിമിർപ്പ് ഡാൻസ് കളിച്ചാണ് കാണിക്കുന്നത്. കന്യാസ്ത്രീകൾ ഡാൻസ് കളിക്കുന്ന ആർപ്പുവിളി. എന്താണ് പ്രിയപ്പെട്ട ആ സഹോദരി, ആ ഡാൻസ് കളിക്കുന്ന കന്യാസ്ത്രീക്ക് വല്ല ബോധമുണ്ടോ? ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നുള്ളത് അത് കണ്ടറിയുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയും ഭയാനമായ സംഭവം നടക്കുന്ന സമയത്ത് ഡാൻസ് കളിച്ച് കാണിക്കേണ്ട സ്ഥലമല്ലത്. ആഹ്ലാദത്തിൽ അപ്രത്യക്ഷമാവും, എന്നേക്കുമായിട്ട് ഓടി ഒളിക്കും, എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവും. എന്നിട്ട് വിലപിക്കും, ചാരം വാരി മുഖത്തേക്ക് എറിഞ്ഞിട്ട് യേശുവേ എന്ന് വിളിക്കുന്ന സമയം വരും പ്രിയപ്പെട്ട. ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ല സംഭവിക്കും. അതുകൊണ്ട് എഴുതി വെച്ചിരിക്കും കർത്താവ്. ഇപ്പം ഞാൻ കുറച്ചുകൂടെ കൂട്ടി പറയുന്നത് നിങ്ങളുടെ തലങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഘടകങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ കർത്താവ് ചെയ്യുന്നത് നമ്മുടെ കമ്മിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പ് അപ്രത്യക്ഷമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ അത്രയും മതി. അത് അടുത്ത തിരുവചനം കുറച്ചുകൂടി ഉണ്ട്, എങ്കിലും അത് അടുത്ത കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്രയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതും വലിയ സംഭവമാണ്. അത് നിങ്ങൾ കുറച്ചുകൂടി കേട്ടുകഴിഞ്ഞാൽ ഭയാനകമായ സംഭവമാണ്. അത് അടുത്ത ക്ലാസ്സിലായിട്ട് നിങ്ങൾക്ക് തരാം, കാരണം സമയം ഒത്തിരി പോകും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾക്കൊരു ധ്യാന ക്ലാസ് ആയിട്ട് നിങ്ങൾ തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കുറച്ച് പേരുകൾ കൂടെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതുപോലെ നേരിട്ട് ധ്യാന ക്ലാസ്സുകളായിട്ട്, അല്ലെങ്കിൽ വചന ക്ലാസ്സുകൾ, ദൈവവചന ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് തരുവാനുള്ള സ്ഥലവും കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വന്നാൽ ദൈവാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞുതരാം. ദൈവകർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് 3 തലം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കണം. ദൈവവചനം നമ്മൾ കേൾക്കുന്ന പോലെ ഒരു ദേവാലയത്തിൽ ദേവാലയത്തിൽ ഒരു കുർബാന മധ്യ ഒരു വചനം വായിച്ച് 1-2 കഷ്ണങ്ങൾ എടുത്ത് പറയുന്നത് പോലെയല്ല. എളിയദാസൻ സംസാരിക്കുന്നത് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ കാലഘട്ടങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ ഏത് കാലഘട്ടത്തിൽ ഏത് വചനം എപ്രകാരം നമ്മളെ സ്വാധീനിക്കുന്നു എന്നുകൊണ്ടും അതിൻ്റെ ഘടനയുടെ വിവിധ തലങ്ങളെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടും അതിൻ്റെ ഘടനാ തലങ്ങളെ നമ്മളിൽ എങ്ങനെ നമ്മൾ നിവൃത്തിയിരിക്കണമെന്ന് ഞാനെന്നല്ല ഈ കാലഘട്ടം പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതുകൊണ്ടും പറഞ്ഞു തന്നുകൊണ്ട് ഗ്രഹിച്ച് നിങ്ങൾ ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല. കാരണം സർവശക്തനായ ദൈവം പറയുന്നത് വെളിപാട് 3:10 പറയുന്നത്, സകല ഉപവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. ഇന്നൊരു സഹോദരനെ വിളിച്ചു ചോദിച്ചു, പ്രിയ ബ്രദറെ, എന്താണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് സമയമാകുമ്പോൾ ഇതുപോലെ ഭക്ഷണമില്ലാതെയും പ്രശ്നങ്ങളൊക്കെ അലിഷിതമാകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സഹോദരൻ പറഞ്ഞ കർത്താവ് ഞാൻ സഹോദരൻ പറഞ്ഞു കൊടുത്തിപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുക, അതിൽ പറഞ്ഞത് എന്തോ അതനുസരിക്കുക. അപ്പോൾ അതിൻ്റെ ഘടന അറിഞ്ഞിരിക്കണം.
ഇപ്പം ഈ സംഭവം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക, നമുക്ക് മനസ്സിലാക്കാം. അത് ഗ്രഹിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അവിടെ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാവും, ഒരു ഭയവും വേണ്ട അവിടെ. എന്നാൽ ഇതിന് കുറവ് വരുന്ന സ്ഥലങ്ങളിൽ അത് അചിന്തനീയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവ കർത്താവ് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മെ ജീവനൊറ്റതാക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു തിരിച്ചും തിരുത്വവും നമ്മളെ ബലപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കട്ടെ, നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ജ്ഞാനിയാക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതീന്ദ്രിയ ജ്ഞാനം തരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദർശനം തരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാം വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.